നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ നിന്നും ദൗത്യസംഘം മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. ദൗത്യത്തിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിയ കടുവയെ ദൗത്യസംഘം വീണ്ടും വെടിവെച്ചിരുന്നു. ഗ്രാമ്പിയിലെ തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടത് ഈ മാസം 10-ാം തീയതി. നെടുങ്കണ്ടം പുഷ്പകണ്ടത്ത് അന്യസംസ്ഥാന തൊഴിലാളി സ്ത്രീയെ ഭർത്താവ് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് അസം ചിരാങ് സ്വദേശി ബലെ ടുഡു. ഇവരുടെ ഭർത്താവ് ഷാനിച്ചാർ മാർഡി അറസ്റ്റിൽ. വ്യാജ പട്ടയം നിർമ്മിച്ചും ഭരണത്തിന്റെ സംരക്ഷണത്തിലും ഭൂമി കയ്യേറ്റ മാഫിയയെ സർക്കാർ രക്ഷപ്പെടുത്തുകയാണെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. സർക്കാരിനെ കബളിപ്പിച്ച് വ്യാജരേഖ സൃഷ്ടിക്കുന്ന കയ്യേറ്റ മാഫിയയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് LDF സർക്കാരാണ്. വിവാദമാകുമ്പോൾ ഭൂമി തിരിച്ചുപിടിച്ചാലും വ്യാജ പട്ടയം ഉണ്ടാക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഡീൻ കുര്യാക്കോസ്. ചക്കുവള്ള മണക്കര പാമ്പുപാറയിൽ നിന്നും ജീപ്പ് മോഷ്ടിച്ച 3 പേരെ വണ്ടൻമേട് പോലീസ് പിടികൂടി. പിടിയിലായത് കുമളി റോസാപ്പൂക്കണ്ടം ദേവിക ഭവനത്തിൽ ജിഷ്ണു, ഗാന്ധിനഗർ കോളനി സ്വദേശി ഭുവനേഷ്, റോസാപ്പൂക്കണ്ടം മേട്ടിൽ അജിത്ത് എന്നിവർ. കുരുമുളക് മോഷണ കേസിലെ 3 പ്രതികളെ കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകൾ. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ നിന്നും ദൗത്യസംഘം മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. ദൗത്യത്തിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിയ കടുവയെ ദൗത്യസംഘം വീണ്ടും വെടിവെച്ചിരുന്നു. ഈ മാസം 10-ാം തീയതിയാണ് ഗ്രാമ്പിയിലെ തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടത്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഒരാഴ്ചയോളം ഭീതി പരത്തിയ കടുവയെ രാവിലെയാണ് ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചത്. മയക്കുവെടിയേറ്റ കടുവ ദൗത്യസംഘത്തിന് നേരെ ചാടിയതോടെ വനപാലകർ വെടിയുതിർക്കുകയായിരുന്നു. സ്വയരക്ഷയുടെ ഭാഗമായാണ് വനപാലകർ വെടിവെച്ചത്. തുടർന്ന് പ്ലാസ്റ്റിക് പടുതിയിൽ പൊതിഞ്ഞ കടുവയെ തേക്കടിയിലെത്തിച്ചു. ഇവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. അരണക്കൽ ലയത്തിനോട് ചേർന്നുള്ള വേലിക്ക് സമീപം തേയിലത്തോട്ടത്തിലാണ് കടുവയെ കണ്ടെത്തിയത്. എന്നാൽ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലാത്തതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് കടുവ നീങ്ങിയ ശേഷമാണ് വെടിവെച്ചതെന്ന് കോട്ടയം DFO N രാജേഷ് പറഞ്ഞു. ഇത്രയും അടുത്ത് ലൈൻസിന്റെ ഇത്രയും അടുത്ത് മനുഷ്യജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എത്തിയ ഒരു ജീവിയെ വീണ്ടും അവിടെ നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് മയക്കുവെടി വെക്കാനുള്ള തീരുമാനം എടുത്തത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. നമ്മള് ഡാർട്ട് ചെയ്തത് ഫസ്റ്റ് ഡാർട്ട് കൊണ്ടില്ല. ആദ്യത്തെ ഡാർട്ട് നമ്മൾ കടുവയ്ക്ക് കൊണ്ടില്ല. അപ്പൊ നമ്മൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. സാധാരണ ഡാർട്ട് കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് സമയം വേണം. ആ 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കടുവ അനങ്ങാത്തത് കൊണ്ട് വീണ്ടും സെക്കൻഡ് ഡാർട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. സെക്കൻഡ് ഡാർട്ട് ചെയ്തു. സെക്കൻഡ് ഡാർട്ട് സക്സസ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് ഡാർട്ട് കടുവയ്ക്ക് കൊണ്ടു. പക്ഷെ അത് കൊണ്ട വഴി കടുവ ചാടി വന്നു. ഡോക്ടറെ നേരെയാണ് ചാടിയത്. ഡോക്ടറെ സൈഡിൽ മനു എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവനക്കാരനുണ്ടായിരുന്നു. ഷീൽഡും എല്ലാം പിടിച്ചിട്ട് ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ഷീൽഡും ഹെൽമെറ്റും ഉണ്ടായിരുന്നു. പക്ഷെ മനുവിന്റെ ഷീൽഡിൽ അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ രണ്ടാമത്തെ അടി മനുവിന്റെ ഹെൽമെറ്റിലായിരുന്നു. ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു. മൂന്നാമത്തെ അടി മനുവിന്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കടുവ ഡെത്ത് ആയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. ഈ മാസം 10-ാം തീയതിയാണ് ഗ്രാമ്പിയിലെ തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടത്. തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ കൂട് സ്ഥാപിച്ചു. എന്നാൽ കടുവയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് മയക്കുവെടി വയ്ക്കാൻ തീരുമാനിച്ചത്. ശനിയാഴ്ച മുതൽ ഇതിനുള്ള ശ്രമം തുടങ്ങി. കോട്ടയം DFO N രാജേഷിന്റെയും വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. പുലർച്ചെ അരണക്കൽ എസ്റ്റേറ്റ് ലയത്തിന് സമീപം എത്തിയ കടുവ ഒരു പശുവിനെയും നായയെയും കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ കടുവയെ കണ്ടെത്തുകയും മയക്കുവെടി വയ്ക്കുകയുമായിരുന്നു. നെടുങ്കണ്ടം പുഷ്പകണ്ടത്ത് അന്യസംസ്ഥാന തൊഴിലാളി സ്ത്രീയെ ഭർത്താവ് കൊലപ്പെടുത്തി. അസം ചിരാങ് സ്വദേശി ബലെ ടുഡു ആണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഭർത്താവ് ഷാനിച്ചാർ മാർഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 മാസം മുൻപാണ് ഇരുവരും ജോലിക്കായി പുഷ്പകണ്ടത്തെത്തിയത്. ഞായറാഴ്ച വൈകുന്നേരം ഇവരുടെ സുഹൃത്ത് താമസ സ്ഥലത്തെത്തുകയും മൂവരും ഒരുമിച്ച് മദ്യപിക്കുകയും ചെയ്തു. തുടർന്ന് പുരുഷന്മാർ 2 പേരും വീട്ടിലും ബലെ ടുഡു സമീപത്തെ ഷെഡിലുമായി കിടന്നുറങ്ങി. എന്നാൽ രാത്രിയിൽ സുഹൃത്തിനെ കാണാതായതോടെ ഷാനിച്ചാർ അന്വേഷിച്ചപ്പോൾ സമീപത്തെ ഷെഡിൽ ഇരുവരെയും ഒരുമിച്ച് കാണുകയായിരുന്നു. തുടർന്ന് വാക്കേറ്റവും അടിപിടിയുമുണ്ടായി. അടിയേറ്റ സുഹൃത്ത് ഏലക്കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ടു. ഇതിനുശേഷം ഭാര്യയെ ഇയാൾ മർദ്ദിക്കുകയായിരുന്നു. തടിക്കഷ്ണം ഉപയോഗിച്ച് തലക്കടിച്ച് വീഴ്ത്തിയതോടെ ബോധരഹിതയായ ഇവരെ വലിച്ചിഴിച്ച് വീടിനുള്ളിൽ ഇട്ടു. തുടർന്ന് രാവിലെ തൊഴിലുടമയെ വിളിച്ച് ഭാര്യ മരിച്ചതായി ഇയാൾ അറിയിക്കുകയായിരുന്നുവെന്ന് കട്ടപ്പന DYSP VA നിഷാദ് മോൻ പറഞ്ഞു.
അത് രണ്ടുപേരെ നമ്മൾ സംശയിക്കുന്ന രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിനെയും അയാളുടെ സുഹൃത്തിനെയും നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് ഇതുപോലെ ഇതേ സമാനമായ ഒരു സംഭവം നെടുങ്കണ്ടം സ്റ്റേഷനിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് അടിക്കടി ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കർശനമായ ഒരു പരിശോധനയും ഉണ്ടായിരിക്കും. തൊഴിലുടമകൾ ഇനി ഇവിടെ വരുന്നവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തരാൻ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഇതൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയതുകൊണ്ട് കൃത്യമായിട്ട് ഇവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാറില്ല. പ്രതിയെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വ്യാജപ്പട്ടയം നിർമ്മിച്ചും ഭരണത്തിന്റെ സംരക്ഷണത്തിലും ഭൂമി കയ്യേറ്റ മാഫിയയെ സർക്കാർ രക്ഷപ്പെടുത്തുകയാണെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. സർക്കാരിനെ കബളിപ്പിച്ച് വ്യാജരേഖ സൃഷ്ടിക്കുന്ന കയ്യേറ്റ മാഫിയയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് LDF സർക്കാരാണ്. വിവാദമാകുമ്പോൾ ഭൂമി തിരിച്ചുപിടിച്ചാലും വ്യാജപ്പട്ടയമുണ്ടാക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ചൊക്രമുടിയിലാണെങ്കിലും പരുന്തുംപാറയിലാണെങ്കിലും യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന സർക്കാർ കയ്യേറ്റ മാഫിയയുടെ കയ്യിലെ കളിപ്പാവയാണെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. കയ്യേറ്റ മാഫിയ എന്ന് പറയുന്നത് കള്ളപ്പട്ടയമുണ്ടാക്കി സർക്കാരിനെ വഞ്ചിച്ച് കോടികൾ സമ്പാദിച്ച് കടന്നു പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ പരുന്തുംപാറ വിഷയം ഉൾപ്പെടെ വസ്തുനിഷ്ഠമായ അന്വേഷണം സർക്കാർ തലത്തിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. കേവലം ഉപരിപ്ലവമായിട്ടുള്ള അന്വേഷണങ്ങൾ കൊണ്ട് മാത്രം ഇവിടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി ഈ സർക്കാരിനില്ല എന്നുള്ളത് വ്യക്തമാണ്. പരുന്തുംപാറയിലെയൊക്കെ ഏക്കർ കണക്കിന് ഭൂമിയാണ് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. അവിടെ സർക്കാരിനെ വഞ്ചിച്ച് കള്ളപ്പട്ടയമുണ്ടാക്കി അത് കൈമാറ്റം ചെയ്ത് അതോടൊപ്പം തന്നെ അത് കൈവശം വെച്ച് ഒക്കെ തന്നെ ഭരണ നേതൃത്വത്തിലുള്ള ആളുകളുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഭരണ നേതൃത്വം തന്നെയാണ്. ഈ ഭരണ നേതൃത്വത്തിൻ്റെ ഈ നെറുകെട്ട കൊള്ളക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചക്കുവള്ള മണക്കര പാമ്പുപാറയിൽ നിന്നും ജീപ്പ് മോഷ്ടിച്ച 3 പേരെ വണ്ടൻമേട് പോലീസ് പിടികൂടി. കുമളി റോസാപ്പൂക്കണ്ടം ദേവിക ഭവനത്തിൽ ജിഷ്ണു, കുമളി ഗാന്ധിനഗർ കോളനി സ്വദേശി ഭുവനേഷ്, റോസാപ്പൂക്കണ്ടം മേട്ടിൽ അജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഞായറാഴ്ച അണക്കര പാമ്പുപാറ സ്വദേശി മൂലേപ്പള്ളത്ത് വീട്ടിൽ കുഞ്ഞുമോൻ ഐസക്കിന്റെ ഉടമസ്ഥതയിലുള്ള ജീപ്പാണ് ഇവർ മോഷ്ടിച്ചത്. പച്ച ബൊലേറോ വാഹനത്തിലെത്തിയ പ്രതികൾ ജീപ്പ് തള്ളി സ്റ്റാർട്ടാക്കിയ ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. വെളുപ്പിനെ കുമളിയിൽ വെച്ച പച്ച ബൊലേറോ ശ്രദ്ധയിൽപ്പെട്ടയാൾ പോലീസിനെ വിവരമറിയിച്ചതാണ് പ്രതികളെ പിടികൂടാൻ സഹായകമായത്. ഒപ്പം CCTV ദൃശ്യങ്ങളും പരിശോധിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. കുമളിയിലെത്തിയ സമയത്ത് ഈ ബൊലേറോ വാഹനം പിന്നീട് ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്നില്ല എന്നും ജീപ്പ് ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്നതായിട്ടും മനസ്സിലാക്കിയതിനെ തുടർന്ന് കുമളി കേന്ദ്രീകരിച്ച് ഉള്ള ആളുകളായിരിക്കാം ഇതിലെ കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തുകയാണ്. തുടർന്ന് വ്യാപകമായിട്ടുള്ള അന്വേഷണവും ഈ CCTV ദൃശ്യങ്ങളിലെ പ്രതികളുടെ ദൃശ്യങ്ങളും കാണിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്ന് ഈ ബൊലേറോയുടെ നമ്പർ മനസ്സിലാക്കി അതിൽ നിന്ന് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളിലാണ് ഈ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് സഹായമായത്. പ്രതികൾ ഈ ജീപ്പ് തമിഴ്നാട്ടിൽ ഉത്തമപാളയത്ത് പോലീസ് പിന്തുടർന്ന് അന്വേഷണം നടത്തുന്നതായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടോ എന്തോ ഉത്തമപാളയം പോലീസ് സ്റ്റേഷൻ സമീപത്തായിട്ട് ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ്. തുടർന്ന് ഇതിൻ്റെ ഒന്നാം പ്രതി കുമളി ഭാഗത്തുണ്ടെന്ന് വിവരം കിട്ടി. നമ്മൾ ലൊക്കേഷൻ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൻ്റെ ഇയാളെ റോസാപ്പൂക്കണ്ടം ഭാഗത്തുനിന്ന് കസ്റ്റഡി എടുക്കുകയും ഇയാളിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് വാഹനവും മറ്റു കൂട്ടുപ്രതികളെയും കണ്ടെത്തുകയാണ് ചെയ്തത്. ജീപ്പ് പൊളിച്ചു വിൽക്കുന്നതിനായി കമ്പം ഉത്തമപാളയത്ത് എത്തിച്ചെങ്കിലും പോലീസ് പിടികൂടുകയായിരുന്നു. വണ്ടൻമേട് പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടികൂടാനായി. ഒന്നാം പ്രതി ജിഷ്ണു കഞ്ചാവ് കൈവശം വെച്ചതിനും ചെക്ക് കേസും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇടുക്കി SP TK വിഷ്ണുപ്രദീപ് IPS, കടപ്പന DYSP VA നിഷാദ് മോൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരം വണ്ടൻമേട് CI ഷൈൻകുമാർ A,
SI-മാരായ ബിനോയ് എബ്രഹാം, അശോകൻ കെ, CPO-മാരായ ജെയ്മോൻ ആർ, ജയൻ എൻ, ബിനു കെ ജോൺ, സാൽജോ മോൻ, അരുൺ പീതാംബരൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ 11-ാം തീയതി സമാനമായ രീതിയിൽ ഇവർ ഏറത്തുങ്കൽ സോജിയുടെ ജീപ്പ് മോഷ്ടിക്കാൻ ശ്രമം നടത്തിയിരുന്നു. പ്രതികളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി. കുരുമുളക് മോഷണ കേസിലെ പ്രതികളെ കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു. കഞ്ഞിക്കുഴി അടയ്ക്കാപ്പാറ മാത്യുവിന്റെ വീട്ടിൽ നിന്ന് കുരുമുളക് മോഷ്ടിച്ച പ്രതികളായ വെൺമണി, വരിക്കമുത്തൻ സ്വദേശികളായ ഡോൺ സണ്ണി, അരുൺ മാത്യു, അഖിൽ എന്നിവരെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുരുമുളക് കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഞ്ഞിക്കുഴി അടയ്ക്കാപ്പാറ മാത്യുവിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കുരുമുളക് മോഷ്ടിച്ച വിറ്റ പ്രതികളെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത്. വെൺമണി, വരിക്കമുത്തൻ സ്വദേശി വടശ്ശേരി ഡോൺ സണ്ണി, വെൺമണി പാലപ്ലാവ് സ്വദേശി നടുവത്ത് അരുൺ മാത്യു, വരിക്കമുത്തൻ പുറക്കാട്ട് അഖിൽ എന്നിവരെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുരുമുളക് കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ കുരുമുളക് വിറ്റ കടകളിൽ കൊണ്ടുവന്ന തെളിവെടുപ്പും നടത്തി. കഞ്ഞിക്കുഴി സർക്കിൾ ഇൻസ്പെക്ടർ അനു ജിയുടെ നിർദ്ദേശപ്രകാരം SI-മാരായ സുനിൽ ജോർജ്, താജുദ്ദീൻ, SCPO ജിബി PK, ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പോപ്സ് എസ്റ്റേറ്റ് വക തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിൽ KPW, HRPE യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ മഞ്ചുമല ഫാക്ടറി പടിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPW യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM അഗസ്തി ധർണ ഉദ്ഘാടനം ചെയ്തു. പീരുമേട് താലൂക്കിലെ പോപ്സ് എസ്റ്റേറ്റ് വക 7 തോട്ടങ്ങളിലെയും തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് 3 മാസം പിന്നിടുകയാണ്. ഇതോടൊപ്പം പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, കമ്പിളി കാശ, ലീവ് കാശ, ചികിത്സാ ആനുകൂല്യങ്ങൾ അടക്കമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. ശമ്പളം ലഭിക്കാതായതോടെ മിക്ക ദിവസങ്ങളിലും പുറം ജോലിക്ക് പോയാണ് തൊഴിലാളികൾ കുടുംബം പുലർത്തുന്നത്. ജീവിതം തന്നെ പ്രതിസന്ധിയിലായ സാഹചര്യം നിലനിൽക്കുമ്പോൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലേബർ കമ്മിറ്റി വിളിച്ചുകൂട്ടുവാൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാർ എസ്റ്റേറ്റ് മാനേജ്മെന്റിന് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് യൂണിയനുകൾ ആരോപിച്ചു. ട്രേഡ് യൂണിയൻ നേതാവായ പീരുമേട് MLA വാഴൂർ സോമൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയനും ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയനും സംയുക്തമായി സമരരംഗത്തെത്തിയത്. സമരത്തിന് മുന്നോടിയായി വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. തുടർന്ന് മഞ്ചുമല ഫാക്ടറി പടിക്കൽ ആരംഭിച്ച ധർണയിൽ HRPE യൂണിയൻ INTUC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് അധ്യക്ഷനായിരുന്നു. KPW യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM അഗസ്തി ധർണ ഉദ്ഘാടനം ചെയ്തു. അതിനുവേണ്ടി ഞങ്ങൾ 10 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. മൂന്നാറിൽ ഞങ്ങൾ പള്ളിവാസം ഞങ്ങൾ ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. 7 വർഷമായി ഉദ്ഘാടന ഫ്ലാറ്റിൽ മൃഗങ്ങളാണ് ഇപ്പൊ താമസക്കാർ. കാരണം അവിടെ വൈദ്യുതിയില്ല, വെള്ളമില്ല. അതിന്റെ 7ാം നിലയിൽ വെള്ളമില്ലാതെ എങ്ങനെ താമസിക്കും? ഇപ്പൊ പറയാം നമ്മുടെ MLA പറഞ്ഞേക്കാണ് 10 കോടിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഞാൻ പറയുന്ന ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ വർഷവും 10 കോടി വെച്ചു. നോൺ എക്സ്പെൻഡിച്ചർ ഹെഡ് കാണിച്ചിരിക്കുന്ന ഒരു പൈസയും ചെലവഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് കടം വാങ്ങിക്കണം. ഗവൺമെന്റ് വരുമാനത്തിൽ അധികരിച്ചതാണ് നോൺ എക്സ്പെൻഡിച്ചർ ഹെഡ്. അതിന് മറ്റേതെങ്കിലും ഏജൻസിന് കടം വാങ്ങിക്കണം. കടം വാങ്ങിക്കാൻ കേരള ഗവൺമെന്റ് ആരും കടം കൊടുക്കത്തില്ല. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കത്തില്ല, നബാർഡ് കൊടുക്കത്തില്ല, RBI കൊടുക്കത്തില്ല, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് കൊടുക്കത്തില്ല. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ നമ്മൾ കടം വാങ്ങിച്ച് ക്ഷേമ ആക്ഷേപം കാര്യം പിടിച്ചതൊക്കെയാണ്. അവരാരും കൊടുക്കത്തില്ല. കാരണം വെച്ചാൽ കേരള ഗവൺമെന്റ് വാങ്ങിയാൽ കൊടുക്കാത്തവരുടെ സ്വഭാവക്കാരാണ്. DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്, INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദീഖ്, HRPE യൂണിയൻ പെരിയാർ മേഖലാ പ്രസിഡന്റ് S ഗണേശൻ, KPW യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് M ഉദയസൂര്യൻ, ഷാജി പൈനാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
കഞ്ഞിക്കുഴി പാൽക്കുളമേട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകന്റെ വീട് കത്തിച്ച് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കാപ്പി, കുരുമുളക് എന്നിവയും വീട് പൊളിച്ച് വീട്ടുപകരണങ്ങളും ആക്രിക്കടയിൽ വിറ്റതായി പരാതി. പാൽക്കുളമേടിന് സമീപത്ത് 50 വർഷക്കാലമായി താമസിക്കുന്ന കുത്തനാപ്പള്ളിയിൽ നിജോ പോളിന്റെ വീട്ടിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിക്രമം നടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വീട്ടുപകരണങ്ങൾ കടത്തി ആക്രിക്കടയിൽ വിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കഞ്ഞിക്കുഴി പാൽക്കുളമേടിന് പോകുന്ന റോഡ് സൈഡിൽ 50 വർഷക്കാലമായി വീട് വെച്ച് താമസിച്ചു വരികയായിരുന്നു കുത്തനാപ്പള്ളിൽ നിജോ പോൾ. എന്നാൽ വീടിരിക്കുന്നത് വനഭൂമിയിലാണെന്ന് ആരോപിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീട് കത്തിക്കുകയും വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കാപ്പി, കുരുമുളക് എന്നിവയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മേൽക്കൂര തുടങ്ങിയവയും ആക്രിക്കടയിൽ വിറ്റെന്നാണ് പരാതി. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. അല്ല, എന്റെ പേര വിളിച്ചോണ്ട് വരാൻ എന്റെ പേര വിളിക്കാൻ മേലു ദിവസം പറഞ്ഞോ. ചേട്ടാ, എന്റെ പേര വിളിച്ചോണ്ട് വന്നേക്കുന്ന ആക്രി ഇതിപ്പോ ഇവര് കേസ് കൊടുത്തേക്കുന്നത്. എനിക്കത് കേസ് കൊടുത്തതെന്നറിയോ? ഇത് അവരെ വാച്ചടവായിരുന്നു. വാച്ചടവന്റെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആക്രി കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അത് കുഴപ്പമില്ല. ഈ ഇരിക്കുന്ന സാധനങ്ങൾ എല്ലാത്തിനും തീരുമാനമുണ്ട്. വീട് ഉൾപ്പെടുന്ന പ്രദേശം വനഭൂമിയാണെന്ന് ആരോപിച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിക്രമം നടത്തിയതെന്ന് വീട്ടുടമ നിജോ പോൾ പറഞ്ഞു. എൻ്റെ വീട് തകർക്കുകയും ഇതിൻ്റെ അകത്തുനിന്നുണ്ടായിരുന്ന ഇരുമ്പും ആക്രി സാധനങ്ങളും എല്ലാം കൂടെ കൂട്ടി വനംവകുപ്പിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി ആക്രിക്കടയിൽ കൊടുത്തതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിൽ, വീഡിയോ പ്രൂഫ് എൻ്റെ കയ്യിലുള്ളതാണ്. അത് ഏകദേശം 200 കിലോയോളം ഇരുമ്പ് ഐറ്റംസ് അതിനകത്തുണ്ടായിരുന്നു എന്ന് ആക്രിക്കടക്കാരും പറയുകയും ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം ഇട്ടുകൊണ്ടുവരുന്ന ഓസ്, ഒരു വലിയ റോൾ ഓസും അവിടെ അവർ കൊണ്ടു വെച്ചിട്ടുള്ളതാണ്. അതും കാപ്പിക്കുരു, 6 ചാക്ക് കാപ്പിക്കുരു ഉണ്ട്. അതിവിടെ കത്തിച്ചായിട്ട് കാണുന്നില്ല. തലച്ചവട ഇറക്കി വണ്ടിയെ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ സാധനമുള്ളതാണ്. നിജോ പോളിന് വർഷങ്ങൾക്ക് മുമ്പ് കുടുംബ സ്വത്തായി കിട്ടിയ ഭൂമിയാണ് ഇത്. പഞ്ചായത്ത് രേഖകളിൽ വീടിന്റെ കരം ഉൾപ്പെടെ അടച്ചുവരുന്നതാണ്. പാൽക്കുളമേട് പ്രദേശത്ത് നിരവധി പേരെ മുൻപും ഭീഷണിപ്പെടുത്തി സ്ഥലത്തു നിന്നും ഇറക്കിവിടുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയതായും പരാതിയുണ്ട്. താമസിക്കാൻ തനിക്ക് മറ്റിടം ഇല്ലെന്നും വാടക വീട്ടിലാണ് കഴിയുന്നതെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് നിജോ പോൾ. മാലിന്യ നിക്ഷേപകർക്കെതിരെ നടപടി കടുപ്പിച്ച് കട്ടപ്പന നഗരസഭ. 2 ദിവസത്തെ പരിശോധനയിൽ മാലിന്യം നിക്ഷേപിച്ച 2 വീടുകളിൽ മാലിന്യം തിരികെ എത്തിക്കുകയും ഒരു വീട്ടിൽ നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തു. മാലിന്യ നിക്ഷേപകർക്കെതിരെ കട്ടപ്പന നഗരസഭ സ്വീകരിച്ച കർശന നടപടിയായിരുന്നു മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി അവ വീടുകളിൽ തിരികെ എത്തിക്കുന്നത്. ഈ നടപടി കർശനമാക്കാനും തുടരുവാനുമാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. പൊതുസ്ഥലങ്ങളിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങളിൽ നിന്നും വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മാലിന്യം നിക്ഷേപിച്ച ആളുകളെ കണ്ടെത്തും. തുടർന്ന് നിക്ഷേപിച്ച മാലിന്യം നിക്ഷേപകന്റെ വീടുകളിൽ തന്നെ തിരികെ എത്തിക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും. കട്ടപ്പന നഗരസഭയുടെ പരിധിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയുന്നതിന് വേണ്ടി, പരിശോധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇന്നും 2-3 കേസുകൾ വേസ്റ്റ് വലിച്ചെറിയപ്പെട്ടത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊരു അഡ്രസ്സ് കിട്ടി. അങ്ങനെ ആ വീട്ടിൽ വേസ്റ്റ് കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. ഈ വർഷം തുടങ്ങിയ ശേഷം ഏതാണ്ട് 90ഓളം കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് പരിശോധനകൾ നടത്തി ഒരു 10-60ഓളം ഫൈനുകൾ ഞങ്ങൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി വേസ്റ്റ് കൊണ്ട് കൊടുത്തായിരുന്നു. അത് മെത്തയായിരുന്നു. ഇന്നാണെങ്കിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് വലിച്ചെറിഞ്ഞത്. അപ്പം ഈ പ്രവൃത്തി ഞങ്ങൾ വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയാണ്. നഗരസഭ 2 ദിവസമായി നടന്ന പരിശോധനയിൽ 3 പേർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചാക്കുകെട്ടികളായി കല്ലുകുന്ന് റോഡിൽ നിക്ഷേപിച്ച 20 ഏക്കർ സ്വദേശിക്കെതിരെ നടപടി സ്വീകരിച്ചു. കൂടാതെ കട്ടപ്പനയിലേക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങൾ നിക്ഷേപിച്ച പള്ളിക്കവല സ്വദേശിയുടെ വീട്ടിൽ നോട്ടീസ് പതിപ്പിച്ചു. വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധന നടത്തുകയും മാലിന്യ നിക്ഷേപകർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഇത്തരത്തിലെ നടപടികളിലൂടെ നഗരത്തിനുള്ളിലെ മാലിന്യ നിക്ഷേപം ഒരു പരിധിവരെ കുറയ്ക്കാമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. വണ്ണപ്പുറം കാളിയാറിന് സമീപം മുള്ളൻകുത്തിയിൽ വയോധികനെ വീടിന് സമീപത്തെ കിണറ്റിൻകരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആക്കാന്തിരിയിൽ ജോർജാണ് മരിച്ചത്. മൃതദേഹം പുഴുവരിച്ച നിലയിലായിരുന്നു. ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു താമസം. ശാരീരിക വിഷമതകൾ മൂലം 3 മാസം മുമ്പ് പടിഞ്ഞാറെ കോടിക്കുളത്തുള്ള സുവിശേഷാശ്രമത്തിലേക്ക് താമസം മാറ്റിയിരുന്നു. 5 ദിവസം മുമ്പ് മരുന്ന് വാങ്ങാനും പുരയിടം നോക്കാനുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു. തിരിച്ച് ചെല്ലാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. കാളിയാർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി ജില്ലാ എംപ്ലോയീസ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു.
കഴിഞ്ഞ 33 വർഷമായി ഇടുക്കി ജില്ലയിലെ സഹകരണ ജീവനക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റിവന്ന ഇടുക്കി ജില്ലാ എംപ്ലോയീസ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഓഫീസിന്റെ ഉദ്ഘാടനം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. സഹകരണ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ കഴിയുന്ന ഒരു സംഘമാണ്. വലിയ സാധ്യതയുള്ള ഒരു സംഘമാണ്. ഒരു മറ്റ് പ്രതിസന്ധികളൊന്നും കൂടാതെ വളരെ നല്ല നിലയിൽ നമുക്കിത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ഒരു പ്രതീക്ഷയായി, അവരുടെ ഒരു വലിയ ആശ്രയമായി ഈ സംഘത്തിന് മാറാനായിട്ട് കഴിയട്ടെ. അതിനൊരു ആസ്ഥാനം ഇന്ന് ഇവിടെ തുറക്കുകയാണ്. ആദ്യ നിക്ഷേപം കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ജെയ്മോൻ വർഗീസ് സ്വീകരിച്ചു. കട്ടപ്പന ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന്റെ എതിർവശത്തുള്ള പടിഞ്ഞാറ്റയിൽ ബിൽഡിംഗിലേക്കാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് ജിനേഷ് ജോസഫ്, സെക്രട്ടറി ഷാജൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വളർന്നുവരുന്ന പുതുതലമുറയെ നശിപ്പിക്കുന്ന ലഹരിയുടെ വർധനവിനെതിരെയാണ് ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ വെച്ച് നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യുവതലമുറ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നാടിനെ നോക്കിയില്ലെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകും. ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക, മക്കളെ ചേർത്ത് പിടിക്കുക, അവർ പോകുന്ന വഴികൾ അന്വേഷിക്കുക, കൂട്ടുകാരെ അന്വേഷിക്കുക. നാടിനും വീടിനും നന്മയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരാൻ കാരണവന്മാരുടെ മക്കളെ പറഞ്ഞു കൊടുക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലി ടൗൺ ചുറ്റി പുതിയ സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് വിമുക്തി ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഡിജോ ദാസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയും വിമർശിക്കുകയും ആകുലപ്പെടുകയും ചെയ്യാം. കാരണം മുതിർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ലഹരി വസ്തുക്കളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത്, പ്രത്യേകിച്ച് രാസലഹരി വസ്തുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ലഹരി വസ്തുക്കൾ, ഈ ഓരോ ലഹരി വസ്തുക്കളെ കുറിച്ചും പല മാതാപിതാക്കൾക്കും മുതിർന്ന വ്യക്തികൾക്കും അറിയില്ല. കാരണം കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് കേസിൽ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് കഴിയുമ്പോൾ അവിടെ പല മാതാപിതാക്കളും ആദ്യം പറയുന്നത് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇരിക്കുന്നത് കണ്ടായിരുന്നു, പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇത്തരം അറിവില്ലായ്മകൾ അല്ലെങ്കിൽ ഈ രാസലഹരി വസ്തുക്കൾ, മറ്റ് മയക്കുമരുന്ന് വസ്തുക്കളെ കുറിച്ചുള്ള ശരിയായ രീതിയിലുള്ള അവബോധം മുതിർന്ന വ്യക്തികൾക്കുണ്ടാകുന്നില്ല എന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ ട്രാക്ക് മാറിയുള്ള വഴിമാറിയുള്ള യാത്രയിൽ അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ അറിയുകയും എത്തുകയും ചെയ്യുന്നത്. ചടങ്ങിൽ ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ ഇടുക്കി താലൂക്ക് പ്രസിഡന്റ് സിബി തോമസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ബിബിൻ സേവ്യർ, ജില്ലാ ട്രഷറർ ടോമി ജോർജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് റജി ജോസഫ്, ബിജു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷനിലെ നിരവധി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിൽ ആർട്സ് ദിനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വിജയികളായ മത്സരാർത്ഥികൾക്കും വിവിധ പ്രതിഭകൾക്കുമായി സമ്മാനദാനം നടത്തി. തമിഴ്നാട് നമ്പർ 5 NCC ബറ്റാലിയൻ സുബേദാർ മേജർ സന്തോഷ് ജോർജ് പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. സൂപ്പർമാൻ ക്ലാപ്പിംഗ് പുഷപ്പിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ആൽബിൻ ജോർജ് തോമസ് കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2024-25 മെൻ റെപ്രസെന്റേറ്റീവ് 65 കിലോ കാറ്റഗറിയിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ ജെ തരുൺ, ആകാശ് എന്നീ പ്രതിഭകളെ ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് ആർട്സ് ഡേ മത്സര ഇനങ്ങളിൽ വിജയികളായ മത്സരാർത്ഥികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഒപ്പം 2024-25 അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും കൈമാറി.
കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം വി ജോർജ് കുട്ടി അധ്യക്ഷനായിരുന്നു. കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം CMI, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ രശ്മി ജോസ്, ഷിൻഡു സെബാസ്റ്റ്യൻ, ഐറിൻ പീറ്റർ, ആർട്സ് ക്ലബ് സെക്രട്ടറി ജെബിൻ സ്കറിയ എന്നിവർ നേതൃത്വം നൽകി. വടന്മേട് ശ്രീ മഹാഗണപതി ക്ഷേത്രം തിരുവുത്സവ അവലോകന യോഗം നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് GP രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ A ഗ്രേഡ് നേടിയ സൗപർണിക പ്രസാദിനെയും നാഷണൽ മൗണ്ടൻ സൈക്ലിംഗിൽ സംസ്ഥാനത്തു നിന്നും സെലക്ഷൻ നേടിയ അഖിൽ ഗിരീഷിനെയും യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഉത്സവ കമ്മിറ്റി കൺവീനർ PS മോഹനകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ക്ഷേത്രം പ്രസിഡന്റ് GP രാജൻ ഉദ്ഘാടനം ചെയ്തു. ചൈതന്യം മനസ്സിലാക്കി ഭഗവാനെ കണ്ടു തൊഴുന്നതിന് ഇവിടെ യാതൊരു കാശ് മുടക്കുമില്ല. ഭഗവാൻ ഒന്നും ചോദിക്കുന്നില്ല. ഭഗവാനെ കണ്ട് തൊഴുതാൽ മാത്രം മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു തേങ്ങ ഉടയ്ക്കുക, അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി നടത്തുക. അല്ലാതെ ഇവിടെ നിങ്ങൾ ആരും പൈസ തരണമെന്ന് ഭഗവാൻ പറയാറില്ല. പിന്നെ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി അത്യാവശ്യം കിട്ടാനുള്ള പൈസയൊക്കെ നമുക്കിവിടെ കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനീഷ് കുമാർ S മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്രം ഖജാൻചി ബാബു R, മേൽശാന്തി അജിത് നമ്പൂതിരി, വൈസ് പ്രസിഡന്റ് തങ്കവേലു, മാതൃസമിതി വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, ഉത്സവ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഗിരീഷ് N പാലന്തറ, മായ സജീവ് പുറമന തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകരുടെ അതിജീവന പോരാട്ടങ്ങൾ പ്രമേയമായ ഹരിതവിലാപം എന്ന നാടകം അരങ്ങിലെത്തി. അരനൂറ്റാണ്ടോളമായി നാടകരംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള കാഞ്ചിയാർ ആൽഫയാണ് നാടകം അവതരിപ്പിച്ചത്. ഇടുക്കിയിലെ കുടിയേറ്റ കർഷകരുടെ പ്രതിസന്ധികളും അതിജീവന പോരാട്ടവുമാണ് ഹരിതവിലാപം എന്ന നാടകത്തിന്റെ പ്രമേയം. ഒരുപാട് പ്രതീക്ഷകളുമായി ഇടുക്കിയിലെ മലനിരകളിലേക്ക് കുടിയേറിയ ഒരു ജനത. പ്രതിസന്ധികളോട് പടവെട്ടി അവർ ജീവിതം കരുപ്പിടിപ്പിച്ചു. എന്നാൽ ഇപ്പോഴും നിയമത്തിന്റെ നൂലാമാലകളിൽ അവരുടെ ജീവിതം കുരുങ്ങിക്കിടക്കുന്നു. മലയോര ജനത അനുഭവിച്ചതും ഇപ്പോഴും നേരിടുന്നതുമായ പ്രശ്നങ്ങൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആൽഫയിലെ നാടക പ്രവർത്തകർ. ചത്തില്ലെങ്കിൽ ചാവാത്തതിനെ ആരെ കഴിച്ചു? അപ്പോ പന്നിയുടെ ശല്യവും തീരും. വാതനെ പന്നി എടുക്കുകയും ചെയ്യും. ആയിരത്തി 1980-കളിൽ മലയാള നാടക ലോകത്ത് നിരവധി അടയാളപ്പെടുത്തലുകൾ നടത്തിയ നാടകസമിതിയാണ് കാഞ്ചിയാർ ആൽഫ. ഒരിടവേളയ്ക്ക് ശേഷമാണ് ആൽഫ തിയേറ്റേഴ്സ് പുതിയ നാടകവുമായി അരങ്ങിലെത്തിയത്. നിരവധി നാടകങ്ങൾ ഈ സമിതിയുടെ ബാനറിൽ അവതരിപ്പിച്ചിരുന്നു. കേരളത്തിലെമ്പാടുമുള്ള മത്സരവേദികളിൽ 80-കളിൽ നിറഞ്ഞു നിന്ന സമിതിയാണ് കാഞ്ചിയാർ ആൽഫ തിയേറ്റേഴ്സ്. 4 നൂറ്റാണ്ടിന് ശേഷം അതിൻ്റെ പഴയ പ്രവർത്തകരെല്ലാം ഒരുമിച്ച് കൂടി വീണ്ടും ഇത് പുനർജീവിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ ഒരു നാടകവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ നാടകം കേരള സംഗീത നാടക അക്കാദമിയുടെ അമച്വർ നാടക മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും കഴിഞ്ഞ 2-ാം തീയതി കൊല്ലം നീരാവിലിൽ വെച്ച് അതിൻ്റെ ആദ്യ അവതരണം നടക്കുകയും ചെയ്തു. ഹൈറേഞ്ച് ജീവിതത്തിൽ പഴയ നാളുകളും വർത്തമാനകാല പ്രതിസന്ധികളുമാണ് ഈ നാടകം ചർച്ച ചെയ്യുന്നത്. ഇടുക്കിയിലെ ജനങ്ങൾ നിരവധിയായ സാമൂഹ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയ ഒരു സന്ദേശം ഈ നാടകത്തിലൂടെ കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കാഞ്ചിയാർ രാജൻ എഴുതിയ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗൗതം സുരേഷ് മാധവാണ്. കുടിയേറ്റ ജീവിതത്തിന്റെ സങ്കീർണമായ ജീവിത സാക്ഷ്യങ്ങളാണ് ആൽഫയുടെ ഹരിതവിലാപം എന്ന നാടകം. അഭിനയം രംഗത്തെ സമ്പൂർണമായും മാറ്റുന്ന ഈ തലമുറയിൽ സ്വീകാര്യത ഉണർത്തുന്ന തരത്തിലാണ് ആൽഫ നാടകവുമായി അരങ്ങ് കീഴടക്കിയത്. നിരവധി ആളുകളാണ് നാടകം ദർശിക്കുവാൻ കാഞ്ചിയാർ പള്ളിക്കവല സാംസ്കാരിക നിലയത്തിൽ എത്തിയത്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്കാലേല വിവരം. ആകലോട്ട് 158, വിൽപ്പനയ്ക്ക് വന്നത് 37,349, വിൽപ്പന നടന്നത് 36,068. കൂടിയ വില 3000, ശരാശരി വില 2,545. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ, ഏലം കൂടിയ വില 2600, ഏലം ശരാശരി വില 2400. കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പു 850, കൊക്കോ 140, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8210 രൂപ, വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ നിന്നും ദൗത്യസംഘം മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. ദൗത്യത്തിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിയ കടുവയെ ദൗത്യസംഘം വീണ്ടും വെടിവെച്ചിരുന്നു. ഗ്രാമ്പിയിലെ തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടത് ഈ മാസം 10-ാം തീയതി. നെടുങ്കണ്ടം പുഷ്പകണ്ടത്ത് അന്യസംസ്ഥാന തൊഴിലാളി സ്ത്രീയെ ഭർത്താവ് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് അസാം ചിരാങ് സ്വദേശി ബലെ ടുഡു. ഇവരുടെ ഭർത്താവ് ഷാനിച്ചാർ മാർഡി അറസ്റ്റിൽ. വ്യാജ പട്ടയം നിർമ്മിച്ചും ഭരണത്തിന്റെ സംരക്ഷണത്തിലും ഭൂമി കയ്യേറ്റ മാഫിയയെ സർക്കാർ രക്ഷപ്പെടുത്തുകയാണെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. സർക്കാരിനെ കബളിപ്പിച്ച് വ്യാജരേഖ സൃഷ്ടിക്കുന്ന കയ്യേറ്റ മാഫിയയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് LDF സർക്കാരാണ്. വിവാദമാകുമ്പോൾ ഭൂമി തിരിച്ചു പിടിച്ചാലും വ്യാജ പട്ടയം ഉണ്ടാക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഡീൻ കുര്യാക്കോസ്. ചക്കുവള്ള മണക്കര പാമ്പുപാറയിൽ നിന്നും ജീപ്പ് മോഷ്ടിച്ച 3 പേരെ വണ്ടൻമേട് പോലീസ് പിടികൂടി. പിടിയിലായത് കുമളി റോസാപ്പൂക്കണ്ടം ദേവിക ഭവനത്തിൽ ജിഷ്ണു, ഗാന്ധിനഗർ കോളനി സ്വദേശി ഭുവനേഷ്, റോസാപ്പൂക്കണ്ടം മേട്ടിൽ അജിത്ത് എന്നിവർ. കുരുമുളക് മോഷണ കേസിലെ 3 പ്രതികളെ കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.